2 ദിവസങ്ങളായി നടന്ന IPLന്റെ മെഗാ താരലേലം അവസാനിച്ചിരിക്കുകയാണ്. ലേലത്തിന് ശേഷം പുതിയ ലുക്കിലാണ് ഓരോ ഫ്രാഞ്ചൈസിയും അടുത്ത സീസണായി കച്ചമുറുക്കുന്നത്. പ്രഥമ സീസണിലെ ചാമ്പ്യന്മാരും 2022-ലെ റണ്ണറപ്പുകളുമായ രാജസ്ഥാൻ റോയൽസും ലേലത്തിൽ സജീവമായി രംഗത്തുണ്ടായിരുന്നു. പക്ഷേ ആരുടെ അന്തിമ സ്ക്വാഡിൽ ആരാധകരിൽ ഒരു വിഭാഗം അത്ര ഹാപ്പിയല്ല. കഴിഞ്ഞ 3 സീസണുകളെ അപേക്ഷിച്ച് അത്ര മികച്ച സ്ക്വാഡിനെ കണ്ടെത്താൻ റോയൽസിനായിട്ടില്ലെന്നാണ് ആരാധകരുടെ നിരീക്ഷണം. പുതിയ കോച്ചായി എത്തിയിരിക്കുന്ന ഇന്ത്യൻ ഇതിഹാസം രാഹുൽ ദ്രാവിഡിനെയാണ് ലേലത്തിന് ശേഷം ആരാധകർ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. റോയൽസ് ടീമിനെ ദ്രാവിഡ് തകർത്തിരിക്കുകയാണെന്നാണ് അവർ ആഞ്ഞടിച്ചിരിക്കുന്നത്. പുതിയ കോച്ചായ രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിനെ തകർത്തതായും കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി ടീമുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് പോരായ്മകൾ ഇപ്പോഴത്തെ റോയൽ സ്ക്വാഡിനുണ്ടെന്നും അവർ തുറന്നടിക്കുകയാണ്. രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് ഈ മെഗാ താരലേലം വെറും ശരാശരി മാത്രമായിരുന്നു. ലേലത്തിന് മുമ്പ് നിലനിർത്തിയ കളിക്കാരെ മാറ്റി നിർത്തിയാൽ ഓപ്ഷൻ ടേബിളിൽ രാജസ്ഥാൻ റോയൽസ് എന്താണ് കാണിച്ചത് എന്നുള്ള ചോദ്യം ഉയരുകയാണ്. തുഷാർ ദേശ്പാണ്ഡെയെ വാങ്ങിച്ചത് വലിയ മണ്ടത്തരമാണ്. ആകാശ് മദ്യാനിയെയും മഹേഷ് തീക്ഷ്ണയെയും വാങ്ങിയത് മാത്രമാണ് മികച്ചതെന്ന് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. രാജസ്ഥാൻ റോയൽസിനെ നശിപ്പിച്ചിരിക്കുന്നത് രാഹുൽ ദ്രാവിഡാണ്. ലേലത്തിൽ അദ്ദേഹം വെറും നോക്കുകുത്തിയായിരുന്നു. മികച്ച കളിക്കാരെ ടീമിലെത്തിക്കാനുള്ള ഇടപാടുകളൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും കണ്ടില്ല. ഇതോടെ 2020-21 പഴയ ദുർബലമായ ടീമിലേക്ക് റോയൽസ് തിരികെ പോയിരിക്കുകയാണെന്നും ആരാധകർ ആഞ്ഞടിക്കുകയാണ്. അടുത്ത IPL സീസണിലേക്ക് രാജസ്ഥാൻ റോയൽസ് ടീം ഒട്ടും ബാലൻസ് ഉള്ളതല്ലെന്ന് കാണാം. ബാറ്റിംഗ് എടുത്താൽ അത് വളരെ ശക്തവും കെട്ടുറപ്പുള്ളതുമാണ്. പക്ഷേ ബോളിംഗ് ടീം ദുർബലമാണ്. ഒരുപാട് പ്രശ്നങ്ങൾ റോയൽസിനുണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ ആരാധകർ വിമർശിക്കുന്നുണ്ട്. രാജസ്ഥാൻ റോയൽസിന്റെ കഴിഞ്ഞ കുറച്ച് സ്ക്വാഡുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ മോശം ടീമാണ് ഇത്തവണ ലഭിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം കാരണക്കാരൻ പുതിയതായി വന്ന കോച്ച് രാഹുൽ ദ്രാവിഡാണ്. മുൻ കോച്ചായിരുന്ന കുമാർ സംഗക്കാരയുടെ അതേ തന്ത്രങ്ങളിൽ അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കാമായിരുന്നുവെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടി. 20 താരങ്ങളെയാണ് മെഗാലേലത്തിൽ രാജസ്ഥാൻ റോയൽസിന് സ്വന്തമാക്കാനായത്. ഇതിൽ 14 പേർ ഇന്ത്യൻ താരങ്ങളും 4 പേർ വിദേശ കളിക്കാരുമാണ്. ധ്രുവ് ജുറൈലിനൊപ്പം റിയാൻ പരാഗ്, നിതീഷ് റാണ എന്നിവരിലൊരാളും ബാറ്റിംഗിൽ ഫ്ലോപ്പായി മാറിയാൽ റോയൽസ് അടുത്ത സീസണിൽ പതറും. ജഫ്ര ആർച്ചയുടെ ഫിറ്റ്നസ് എത്രത്തോളം ഉണ്ടെന്നും സംശയമാണ്. അദ്ദേഹം ഫിറ്റല്ലാതിരിക്കുകയും താളം കണ്ടെത്താൻ വിശ്രമിക്കുകയും ചെയ്താൽ ബോളിംഗിലും റോയൽസ് വെള്ളം കുടിക്കുമെന്നാണ് ആരാധകർ മുന്നറിയിപ്പ് നൽകുന്നത്. രാജസ്ഥാൻ റോയൽസിന്റെ പ്രധാന പ്രശ്നം ബാക്കപ്പായ മികച്ച കളിക്കാരില്ലെന്നാണ്. കൂടാതെ ബൗളിംഗ് ആക്രമണം ദുർബലമാണ്. മികച്ച ഫിനിഷർമാരുടെ അഭാവവും ടീമിന് ക്ഷീണമാകും. മെഗാലേലത്തിൽ രാഹുൽ ദ്രാവിഡ് സംഘം എന്താണ് കാണിച്ചതെന്നും ആരാധകർ ചോദിക്കുകയാണ്. രാജസ്ഥാൻ റോയൽസിന്റെ ഇപ്പോഴത്തെ സ്ക്വാഡ് എങ്ങനെയാണെന്ന് നോക്കിയാൽ സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ, റിയാൻ പരാഗ്, ധ്രുവ് ജുറൈൽ, ഷിംറോൺ ഹെറ്റ്മേയർ, സന്ദീപ് ശർമ്മ, ജഫ്രെ ആർച്ചർ, മഹേഷ് തീക്ഷണ, വനിന്ദു ഹസരംഗ, ആകാശ് മദ്വാൾ, കുമാർ കാർത്തികേയ, നിതീഷ് റാണ, തുഷാർ ദേശ്പാണ്ഡെ, ശുഭം ദുബെ, യുധീർ സിംഗ് ചരക്, ഫസൽ ഹബ് ഫറൂഖി, വൈഭവ് സൂര്യവംശി, കുനാൻ റാത്തോഡ്, അശോക് ശർമ്മ, കെന്യ മഫാക്ക എന്നിവരാണ് ടീമിലുള്ളത്.